ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ബേസിക് പുതിന ചട്നിയും അതിൽ നിന്ന് മയോ സോസ് ഉണ്ടാക്കുന്ന വിധവും ഈ ബേസിക് പുതിന ചട്നി സ്റ്റോർ ചെയ്യുന്ന വിധവും കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഫ്രഷായിട്ട് പുതിനയും മല്ലിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളപ്പം നമ്മളിതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നാൾ കേടാകാതെ ഫ്രീസറിൽ ഇരുന്നോളും. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് ബാർബിക്യൂവും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പം ഒരു സോസ് ഉണ്ടാക്കാനായിട്ട് ഈ പുതിന ഈസിലി അവൈലബിൾ ആയിരിക്കും വീട്ടിൽ. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ മല്ലി, പുതിന, ഗ്രീൻ ചില്ലി, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ് ഇത്ര എടുത്തിട്ടുണ്ട്. 1 കപ്പ് മല്ലിയില എടുക്കുമ്പം 1/2 കപ്പ് പുതിനയില എന്നുള്ള റേഷ്യോയിലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 കപ്പോളം മല്ലിയിലയും 1 കപ്പ് പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് അരയ്ക്കുന്നത്. അപ്പം അധികം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ജസ്റ്റ് 1-2 ടീസ്പൂൺ വെള്ളത്തിൽ ഇത് അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് ഞാൻ ഒരു 5 പച്ചമുളക്, ഏകദേശം ഒരു 5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇത് ചെറിയ ജാറിലിട്ട് അടിക്കുന്നതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത് അരയ്ക്കാനായിട്ട് ആവശ്യത്തിന് ഒരു 2-3 ടീസ്പൂൺ വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി വെച്ച് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബേസിക് ടൈപ്പ് ഓഫ് ചട്നിയാണ്. ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ തൈരിൻ്റെ അകത്തോട്ടും മയോണീസിൻ്റെ അകത്തോട്ടും മിക്സ് ചെയ്യുന്നത്. ഈ ചട്നി ഉണ്ടാക്കുന്ന അത്രയും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ബാക്കി നമുക്കിതുപോലെ ഐസ് ട്രേക്കകത്ത് ഫ്രീസ് ചെയ്ത ശേഷം അത് റെഡിയായി കഴിയുമ്പോൾ ആ പുതിനയുടെ ക്യൂബുകൾ നമുക്ക് സിപ്ലോ കവറിലിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. അതപ്പോൾ ആവശ്യമുള്ളപ്പം നമുക്ക് എടുത്തുപയോഗിക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഇനി ഇതിൽ നിന്ന് മിൻറ്റ് മയോ സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്രയും ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മിൻറ്റ് ചട്നി. അതിൻ്റെ അകത്തോട്ടൊരു 3 ടേബിൾ സ്പൂണോളം മയോനീസും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ചിലർക്ക് ഈ മിൻറ്റിൻ്റെ ഒരു ടേസ്റ്റ് അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടോളറൻസിനനുസരിച്ച്. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഒരു ചിക്കൻ ബാർബിക്യൂൻ്റെ ഒക്കെ കൂടെ ചെയ്യാനായിട്ട് ഒരു ഡിപ്പ് റെഡിയാക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇത് ഒരു ടൈപ്പ് ഓഫ് ചട്നിയാണ്. ഇനി ഈ മയോണീസിന് പകരം തൈരിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. തൈര് ചേർത്ത് ഉണ്ടാക്കുമ്പം മധുരം ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ബേസിക് പുതിന ചട്നി. ഇത് സ്റ്റോർ ചെയ്യുന്ന വിധവും ഇതിൽ നിന്ന് മിൻറ്റ് മയോ സോസ് ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.